Good morning. So wishing you a very pleasant day. In the last class we have learned about projectile. What is a projectile? What is the nature of the path followed by a projectile? Then the definition of projectile. Then height reached by a projectile, time of flight of a projectile, range of a projectile. So we have discussed all these things in the ലാസ്റ്റ് ക്ലാസ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് എ ഹോറിസോണ്ടൽ പ്രൊജക്ഷൻ. അപ്പം നേരത്തെ ക്ലാസ്സിൽ ഉള്ള പ്രൊജക്ഷൻ ഹോറിസോണ്ടലായിരുന്നില്ല. നമ്മൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുന്നു. ആ മുകളിലേക്ക് എറിഞ്ഞ വസ്തു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ ട്രാവൽ ചെയ്യുന്നു. അതൊരു പാരാബോളിക് പാത്ത് ഫോളോ ചെയ്ത് വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹോറിസോണ്ടൽ പ്രൊജക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കല്ല എറിയുന്നത്, ഒരു ഉയർന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു വസ്തുവിനെ ഹോറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യണം, ഈ കാണിച്ച പോലെ. റൈറ്റ്. സോ ഇതൊരു ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹോറിസോണ്ടൽ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്. അപ്പോൾ താഴെയുള്ള ഗ്രൗണ്ടിന് ആപേക്ഷികമായിട്ട് ഈ പ്രൊജക്ഷൻ ഹോറിസോണ്ടലാണ്. അങ്ങനെ ഹോറിസോണ്ടൽ പ്രൊജക്ഷൻ ആണെങ്കിൽ what is the time taken and what is the range of this body? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് വി ക്യാൻ മെഷർ ദ ഹൈറ്റ് എച്ച്, അല്ലേ? എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ വെൻ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹോറിസോണ്ടലി, ഇറ്റ് ഈസ് മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആദ്യം കുറച്ചു ദൂരം അത് ഹോറിസോണ്ടലി ട്രാവൽ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഈ കാണിച്ച പോലെ താഴേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മോഷൻ ഈസ് ആക്സലറേറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം. സോ ഫോർ ആക്സലേറ്റർ മോഷൻ ദ ഇക്വേഷൻ ഈസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി നേരത്തെ പറഞ്ഞു നമ്മളിവിടെ കാണുന്നത് ഈ ബിൽഡിങ്ങിന് മുകളിൽ നേരെ താഴേക്കുള്ള ഒരു വേർട്ടിക്കൽ മോഷനാണ്. സോ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സമയത്ത് ഈ എസ് ഈസ് ഈക്വൽ ടു എച്ച് നമുക്ക് എടുക്കാൻ കഴിയും. റൈറ്റ്. എസ് ഈസ് ഈക്വൽ ടു എച്ച് എടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ വേർട്ടിക്കൽ മോഷൻ കേസിൽ ദർ ഈസ് നോ വേർട്ടിക്കൽ വെലോസിറ്റി. റൈറ്റ്. സോ എസ് ഈസ് ഈക്വൽ എച്ച് നമുക്ക് എടുക്കാം. ഇതുപോലെ വേർട്ടിക്കലി ദർ ഈസ് നോ വെലോസിറ്റി. കാര്യം എന്താ? ഇനീഷ്യലി ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹോറിസോണ്ടലി ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഇൻ എ ഹോറിസോണ്ടൽ വേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്ന വേർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് ഈ യു ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുക്കുക. കാര്യം ഇനീഷ്യൽ വെലോസിറ്റി വേർട്ടിക്കലി എന്താണ്? 0 ആണ്. ഹോറിസോണ്ടലിയാണ് യു എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്. ഈ കാണിച്ച പോലെ യു ഇങ്ങനെ ഹോറിസോണ്ടലിയാണ്, വേർട്ടിക്കലി യു ഇല്ല. ആൻഡ് എ ഇസ് ഈക്വൽ ടു ജി. ടി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി, വേർ ക്യാപിറ്റൽ ടി റെപ്രസെന്റ് ദി ടൈം ഓഫ് ലൈറ്റ്. So we can rewrite this above equation as h is equal to 0 plus half gt square, or half gt square is equal to h. Therefore t is equal to, or t square is equal to 2h by g, or the time of flight t is equal to square root of 2h by g. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു വസ്തു ഹോറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2h by g എന്നതാണ്. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിൻ്റെ റേഞ്ച് കാണാൻ പറ്റും. റൈറ്റ്. സോ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഹോറിസോണ്ടലി പ്രൊജക്റ്റഡ് ബോഡി? സോ വാട്ട് ഈസ് റേഞ്ച്? റേഞ്ച് ഈസ് ഈക്വൽ ടു ഹോറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്ക് നേരത്തെ തന്നെ ഡെഫിനിഷൻ അറിയാം. റേഞ്ച് ഈസ് നത്തിങ് ബട്ട് ദി മാക്സിമം ഹോറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അതുകൊണ്ട് റേഞ്ച് എന്താണ്? ഹോറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ എന്താണ് ഹോറിസോണ്ടൽ വെലോസിറ്റി? യു തന്നെയാണ് ഹോറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്. ഈ യുവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് ഹോറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു തന്നെയാണ്. സോ യു ഇൻറ്റു ടൈം. ടൈം എന്ന് വെച്ചാൽ എന്താണ്? ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്റ്റൈൽ ടു റീച്ച് ദി ഗ്രൗണ്ട്. അത് ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. സോ യു ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ വസ്തു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മാക്സിമം റേഞ്ചിൽ എത്തുന്ന സമയം എന്ന് പറയുന്നതാണ് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നെയാണ്. സോ ആർ ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്.
that is equal to u into square root of 2h by g. So u into square root of 2h by g എന്ന് പറയുന്നതാണ് ഈ ഹോറിസോണൽ പ്രൊജക്ഷന്റെ റേഞ്ച്. So next we will learn the relation between Rmax and Hmax. So all of us know what is Rmax. Rmax is the maximum range of a projectile. Hmax is the maximum height of a projectile. And the equation for Rmax is Rmax equal to u square by g. This we have already discussed. Then similarly Hmax is equal to u square by 2g. Now we may find the relation between Hmax and Rmax. So what is Hmax? Hmax equal to, or the equation of Hmax can be rewritten as 1 by 2 into u square by g. അല്ലേ? ഇവിടെ u square by 2g നമുക്ക് 1 by 2 into u square by g എന്ന് മാറ്റി എഴുതാം. And what is u square by g? It is Rmax. Therefore it is equal to 1 by 2 into Rmax. Or we may write Rmax equal to 2Hmax. So Rmax equal to Hmax is the relation between maximum horizontal range and maximum height attained by a projectile. Then normally it is found that there can be two angles of projection for the same range. അതായത് ഒരേ റേഞ്ച് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിലുള്ള രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസ് ഉണ്ടാകാം. അഥവാ രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസിന് ഒരേ റേഞ്ച് ഉണ്ടാവാം. ഈ ചിത്രത്തിൽ കാണിച്ച പോലെ 30 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷെല്ലിൽ എത്തിച്ചേരുന്ന റേഞ്ചും 60 ഡിഗ്രി ആംഗിളിൽ അത് കുറച്ചുകൂടെ മുകളിലേക്ക് കുറച്ചും കൂടെ ഉയർന്ന വേഗത്തിൽ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്തിച്ചേരുന്ന റേഞ്ചും രണ്ടും സെയിം ആണ്. അപ്പോൾ ഒരേ റേഞ്ചിന് രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ടാവാം. ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ്റെയും വെലോസിറ്റി ഡിഫറെൻ്റ് ആകും. ഒരേ വെലോസിറ്റിയിൽ സെയിം റേഞ്ചിലേക്ക് പോവില്ല. അപ്പോൾ ഡിഫറെൻ്റ് ആംഗിൾസ് ആകുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻ്റ് വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു ആംഗിൾസ്? അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. So let R1 is equal to u square sin 2 theta by g. R1 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ ഇക്വേഷൻ u square sin 2 theta by g എന്നിരിക്കട്ടെ. Now let R2 is equal to u square sin 2 theta dash by g. അപ്പോൾ 2 theta dash നമ്മുടെ അഥവാ തീറ്റയ്ക്കും തീറ്റ ഡാഷിനും ഇപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ 30 ഡിഗ്രി 60 ഡിഗ്രി. അപ്പോൾ ഒരാംഗിൾ തീറ്റ ആണെങ്കിൽ അടുത്ത ആംഗിൾ 2 തീറ്റ ഡാഷ് ആണ്. അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആംഗിളിൽ ഒരേ റേഞ്ച് ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ബട്ട് 2 തീറ്റ ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് 180 മൈനസ് 2 തീറ്റ ഡാഷ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സൈൻ 180 മൈനസ് തീറ്റ? എന്താണ് സൈൻ 180 മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ. സോ ഈ സൈൻ 180 മൈനസ് തീറ്റ ഈ സൈൻ തീറ്റ ആണെങ്കിൽ നമ്മൾ തീറ്റയ്ക്ക് പകരം 2 തീറ്റ വെക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? സൈൻ 180 മൈനസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2 തീറ്റ ഡാഷ് ആയതുകൊണ്ട് സൈൻ 2 തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു സൈൻ 180 മൈനസ് 2 തീറ്റ ഡാഷ് എന്ന് പറയുന്നു. നൗ ഇഫ് R1 ഈസ് ഈക്വൽ ടു R2, അതാണ് നമ്മുടെ അസംഷൻ അല്ലേ? ഇഫ് R1 ഈസ് ഈക്വൽ ടു R2, രണ്ടിനും ഒരേ റേഞ്ച് ആണെങ്കിൽ, രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസിനും ഒരേ റേഞ്ച് ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ g ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 180 മൈനസ് 2 തീറ്റ ഡാഷ് ബൈ g എന്ന് നമുക്ക് രണ്ടിനും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജിയും ജിയും ക്യാൻസൽ ചെയ്യുന്നു, യു സ്ക്വയറും ക്യാൻസൽ ചെയ്യുന്നു. So that means what? 2 theta is equal to 180 minus 2 theta dash. Right? 2 theta dash. So theta is equal to എന്ത് എഴുതാം? 90 minus theta dash എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം ഈ ഇക്വേഷനിൽ 2 into 90 minus theta dash മാറ്റി എഴുതാൻ പറ്റും. Because 2 in 90 is 180. 2 in theta dash is 2 theta dash. So
2 2 പരസ്പരം ക്യാൻസൽ ചെയ്യും. therefore തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ ഡാഷ് എന്ന് കിട്ടി. ഇതിന്റെ മീനിങ് എന്താണ്? ഫോർ തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ ഡാഷ് ദ റേഞ്ച് വിൽ ബി സെയിം, or for the same range there can be two angles, one is theta and other one is 90 minus theta dash. The relation between theta and theta dash is theta is equal to 90 minus theta dash. So with this we are winding up here. Thank you for watching.